ഹലോ നമസ്കാരം. ഹൈറിച്ചിനെ കുറിച്ചൊരു പുതിയ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. വർക്ക് ബിസി തിരക്കാണ്. അപ്പം പിന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് പറയാതെ എൻ്റെ വീഡിയോ, ഞാൻ ഈ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന വീഡിയോസിൽ എനിക്കൊരു പൂർണ്ണത ഉണ്ടാവില്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഹൈറിച്ച് എന്ന കമ്പനിയുടെ വിഷനിൽ ആണ് ഞാൻ അതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു വിഷനെ. അപ്പോൾ ഒരു നോർമൽ ആൾ ചിന്തിക്കാൻ പറ്റുന്ന ഇതൊരു മണി ചെയിനാണോ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെല്ലാം ഒരു ചെയിൻ തന്നെയാണ്. ഇപ്പോൾ മണി ചെയിൻ എന്ന വാക്ക് എന്തോ ഒരു മോശം, എന്തോ ഒരു വൃത്തികെട്ട സാധനത്തിന് പറയുന്ന ഒരു വാക്കായിട്ട് ഇവന്മാർ കുറച്ച് പേര് ഇങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ വൃത്തികെട്ട സാധനമായിട്ട്. എന്തോ ഒരു മണി എന്ന് പറഞ്ഞാൽ പണം, ചെയിൻ എന്ന് പറഞ്ഞാൽ ചങ്ങല, ഇത്രയേ ഉള്ളൂ. ഇതൊരു രണ്ടും വൃത്തികെട്ട സാധനമൊന്നുമല്ല. പിന്നെ ഇതിൽ ലീഗലായിട്ട് നടക്കാത്തതും അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്തതും നിലനിൽക്കാത്തതുമായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ബിസിനസ് നടക്കുന്നതെങ്കിൽ അതിനെ ഫ്രോഡ് അല്ലെങ്കിൽ നടക്കാത്ത ബിസിനസ് എന്ന് പറയാം. അത് ലീഗലായിട്ടുള്ള പാരാമീറ്റേഴ്സ്, ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കിടയിൽ നിന്നാണോ ചെയ്യുന്നത്, പിന്നെ അത് കാലകാലം നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് അതിനെ നിയമപരമായിട്ട് ശരിയാക്കുന്നത്. ഈ രണ്ട് പോയിന്റുകളെ അവിടെ ഉള്ളൂ. അല്ലാതെ അതിന് മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ലീഗലായിട്ട് നടക്കാൻ പറ്റുവാണെങ്കിൽ പോലും അതിനെ നമുക്ക് മണി ചെയിൻ എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബാങ്കായാലും ഏത് സിസ്റ്റമായാലും ഈ പണവുമായി ബന്ധപ്പെട്ട ഇടപാടാണെങ്കിൽ അതിനെ നമുക്ക് മണി ചെയിൻ എന്ന് സിമ്പിളായിട്ട് വിളിക്കാം. അല്ലാതെ ഈ ആളെ ചേർക്കുന്നതിന് പൈസ മേടിക്കുന്നത് മാത്രമല്ല മണി ചെയിൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇതിന് മാത്രം വിളിക്കാവുന്ന ഒരു പേരായിരുന്നു, ആരും കണ്ടുപിടിച്ച പേരൊന്നുമല്ല മണി ചെയിൻ. അപ്പം ഈ സാധനം ഇങ്ങനെ അങ്ങ് മണി ചെയിൻ എന്ന് നാഴിക്ക് 40 വട്ടം കടന്ന് വിളമ്പിന്ന് വെച്ചുകൊണ്ട് ഇതെന്തോ ഈ ചില നമ്മൾ തെറിയൊക്കെ ഉണ്ടല്ലോ, തെറിക്കൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലെങ്കിൽ അതെന്തോ വൃത്തികെട്ട എന്തോ സാധനമാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അത് തെറി എന്ന് വിളിക്കുന്നത്. തെറിയായി പോകുന്നത് എന്തോ മോശം വാക്കാകുമ്പോൾ. ഇപ്പോൾ മയിരി എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ പോലെ, മയിരി എന്ന് പറഞ്ഞാൽ തമിഴിൽ മുടി എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ ഒരു അർത്ഥവുമില്ല, മലയാളത്തിലെ ഒരു നിഘണ്ടുവിലും ഒരു അർത്ഥവുമില്ല. ഏതർത്ഥം വേണമെങ്കിലും നമുക്ക് അതിനിടാം. അപ്പോൾ അത് അങ്ങ് പിടിച്ചിട്ട് തമിഴിലെ മുടിയെ മലയാളത്തിൽ എന്തോ വലിയ വൃത്തികെട്ട ഒരു വാക്കാക്കി ചിത്രീകരിച്ചു. പക്ഷേ സത്യത്തിൽ അതിൻ്റെ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞ പോലെ മണി ചെയിൻ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈറിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈറിച്ച് ഇത്രയും വരുമാനം കൊടുക്കുന്നതുകൊണ്ട് അത് മണി ചെയിൻ ആവുന്നില്ല. ഞാൻ പറഞ്ഞു. പിന്നെ റെഡീം കൂപ്പണാണ് കമ്പനി. റെഡീം കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്കോ ഏത് സാധനങ്ങൾക്കും ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പിൽ വരെ വന്നേക്കാവുന്നതും ഒന്നുണ്ട് കേട്ടോ. കാരണം ഹൈറിച്ച് എന്ന് പറയുന്നത് ഒരു അരി പഞ്ചസാര മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് വന്നിട്ടുള്ളതല്ല. കേരളത്തിൽ തൃശ്ശൂർ മാത്രം ഒരു കടയുള്ളപ്പോഴും, ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളപ്പോഴും, അങ്ങനെ ഒരു കടയെന്നല്ല, ചിലപ്പോൾ ഒരു 5-10 കട ഉണ്ടായിരുന്ന സമയത്ത് ഹൈറിച്ച് ഉണ്ടാക്കിയ ഒരു ബിസിനസ് പ്ലാൻ, അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിലെ പുതിയ കസ്റ്റമർ ക്രിയേഷൻ നടക്കുവാനും കസ്റ്റമേഴ്സ് ഉണ്ടാകുവാനും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന നിലയിൽ അത് വളർന്നു വരുവാനും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ. അതായത് ഇന്നീ പറയുന്ന ഈ ലീഡർമാരോ പൈസ ഉണ്ടാക്കിയവരോ ഇങ്ങനെയുള്ള ഞാനടക്കം ആരും ഈ ഹൈറിച്ചിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ ഹൈറിച്ച് എന്ന ഒരു പ്രസ്ഥാനത്തെ ഡിസൈൻ ചെയ്തവരുണ്ടാക്കിയ ഒരു ബിസിനസ് പ്ലാനുണ്ട്. അതായത് ഇത്ര പേര് ഒരാൾ ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്താൽ, നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ അല്ലെങ്കിൽ അയാളെ റെഫർ ചെയ്താൽ, ആ റെഫർ ചെയ്യുന്ന ആൾ ചുമ്മാ വന്നു കഴിയുമ്പോൾ പൈസ ഒന്നും കിട്ടത്തില്ല. അയാൾ ഈ ഒരു റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്താൽ, ആ പർച്ചേസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്ത ആൾക്ക് ഇത്ര രൂപ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാൻ അതൊരു കൃത്യമായ പ്ലാനാണ്. അതുകൊണ്ട് ഒരാൾക്കും ഈ പ്ലാനിൽ കൂടിയ പൈസയോ പ്ലാനിൽ കുറഞ്ഞ പൈസയോ കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊരു സ്ട്രക്ചറാണ്. അത് കുറേ പേരെ ലീഡർമാരെല്ലാം കൂടെ, കുറേ ലീഡർമാരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ജീവി വർഗത്തെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് നമ്മളെല്ലാവരും കൂടി കുറേ പേരെ അങ്ങ് പറ്റിക്കാൻ ഇറങ്ങുന്നു. നിങ്ങളെല്ലാവരും കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കമ്പനിയിലേക്ക് തന്നാൽ നിങ്ങൾക്ക് കുറേ പൈസ തരാം എന്നൊന്നും അല്ല. ഈ ഡിജിറ്റൽ കൂപ്പൺ പർച്ചേസ് ചെയ്ത് തന്നെ ഇപ്പോൾ ഇതിലേക്ക് വന്ന ലീഡർമാരെന്ന് പറയുന്നവരായാലും വ്യക്തികളായിട്ട് തന്നെ അതിലേക്ക് വരുന്നത്. അപ്പോൾ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല വരുന്നത്.
ഒരു വ്യക്തി, ഒരു പുതിയൊരാൾ അയാളോട് ഇങ്ങനെ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ മൾട്ടി ലെവൽ ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിയാണ്, അതിൻ്റെ നിത്യോപസാധനങ്ങൾ വിലക്കുറവിൽ വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വരുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നതനുസരിച്ച് ഡിജിറ്റൽ കൂപ്പൺ എന്ന് പറയുന്നൊരു രീതിയിൽ നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന, അതായത് പിന്നീട് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഈ കമ്പനിയുടെ കടയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പൈസ കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു റെഡീം കൂപ്പൺ പർച്ചേസ്മെൻറ്റാണ് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടുകയും നിങ്ങൾ ഈ ഹൈറിച്ച് എന്ന കമ്പനിയുടെ പാർട്ട്ണർ ആവുകയും ചെയ്യും. ഈ പാർട്ട്ണർ ആവുന്നതിലൂടെ നിങ്ങൾക്ക് പലതരം ഇൻസെൻറ്റീവുകൾ ഉണ്ടാവും. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോ പ്രൊമോഷനും അനുസരിച്ചുള്ള ഇൻകം, ഓരോ റെഫറലിനും അനുസരിച്ചുള്ള ഇൻകം കിട്ടുമെന്നുള്ളതൊക്കെ കമ്പനി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഒരു ഡിജിറ്റൽ കൂപ്പൺ, റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്യുന്നു, അതിൽ ജോയിൻ ചെയ്യുന്നു, അതിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഈ കമ്പനി പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ഒരു പുതിയ ഒരാളെയും ഇതേപോലെ തന്നെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു, റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്യിപ്പിച്ച് ഒരു പുതിയ കസ്റ്റമർ ആക്കുന്നു. അങ്ങനെ കസ്റ്റമർ ആക്കുമ്പോൾ ഈ റെഫർ ചെയ്ത ആൾക്ക് എന്ത് കിട്ടുന്നു? ഈ റെഫർ ചെയ്തതിൻ്റെ ഫലമായിട്ട് കമ്പനി കൊടുക്കുമെന്ന് ആ സിസ്റ്റത്തിലുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ട്രീ ഉണ്ടല്ലോ, ഒരു ട്രീക്ക് അനുസരിച്ച് ആ ട്രീയിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അതാരും പ്രത്യേക ഒരാളെടുത്ത് കൊടുക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഇത്ര പോയിന്റ് അവിടെ വരുന്നു, അതിനനുസരിച്ചുള്ള പൈസ അയാൾക്ക് കിട്ടുമെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രൊമോട്ട് ചെയ്ത് വന്ന ആൾക്കും അതേപോലെ തന്നെ ഈ പ്രൊമോഷൻ ചെയ്യാനും ഇതേപോലെ ഒരാളെ കസ്റ്റമറായി ക്രിയേറ്റ് ചെയ്താൽ ഒരു റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്താൽ അങ്ങനെ തന്നെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഇതറിഞ്ഞ് ഇതിൽ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്ത് അതിൻ്റെ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ ഓക്കെ, ഇതെനിക്ക് കിട്ടും, എനിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പൈസ കിട്ടും, എനിക്ക് കൂടാതെ നഷ്ടമൊന്നുമില്ല, കാരണം ഇത് റെഡീം ചെയ്ത് ഇതിൽ ഇനി പിന്നീടായാലും എപ്പോൾ വേണമെങ്കിലും, ഈ ഹൈറിച്ച് എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയായി വരാൻ പോകുന്നൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എപ്പം നമ്മുടെ നാട്ടിൽ ഈ കമ്പനി വരുമ്പോൾ, ഈ കട വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് സാധനം മേടിച്ച് ഇതിനകത്ത് പർച്ചേസ് ചെയ്ത് ഇത് പൈസ റെഡീം ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് പുതിയ കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള വരുമാനം കിട്ടുമെന്ന് ഓരോരുത്തർക്കും മനസ്സിലാകുമ്പോൾ അവരത് ചെയ്യും. അപ്പോൾ അവരത് ചെയ്യുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഓരോ റെഫർ ചെയ്യുന്നതിനും എന്താണോ കമ്പനി പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഓരോ വ്യക്തി ആരെങ്കിലും അവിടെ നിന്ന് കമ്പനി, നീ ഒരാളെ ചേർത്തല്ലേ എന്നാൽ 1000 രൂപ, നീ ഒരാളെ ചേർത്തോ എന്നാൽ 2000 അല്ല 1500 രൂപ, 2000, അങ്ങനെ ചുമ്മാ അങ്ങനെ എടുത്ത് കൊടുക്കുമല്ല. ഇത് ആ ഒരു സിസ്റ്റം, ആ ഒരു കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ, സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ സിസ്റ്റത്തിൽ, ആ സിസ്റ്റം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ആ ക്രെഡിറ്റ് ആകുന്ന അല്ലെങ്കിൽ പോയിന്റ് എത്രയാണോ ആ പൈസ അവർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഈ കമ്പനിക്കുള്ള അതിലുള്ള റോളുള്ളൂ. അത് ആരാണെന്ന്, എവിടെ നിന്ന് വന്നവനാണെന്ന്, അതൊക്കെ നമ്മൾ KYC ബാങ്ക് അക്കൗണ്ട് മുഖേന അതിൻ്റെ കമ്പനിയിലെ അതിന് ജോലിക്ക് വെച്ചിരിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യും, അതിൻ്റെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യും, ഒരാൾ ഇന്ന ആളുണ്ട് എന്നുള്ളത്, അയാൾ ജെനുവിൻ ഒരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിന് കമ്പനിയുടെ മുതലാളി വരണമെന്നൊന്നുമില്ല. അപ്പം ഈ വന്നിരിക്കുന്ന ഈ ലീഡർമാരോ ഇതിന്ന് എല്ലാവരും ഒന്നും ഈ കമ്പനിയുടെ ഓണറൊന്നോ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള ആളൊന്നും ഇങ്ങനൊരു കമ്പനിയിൽ ഉണ്ടെന്ന് പോലും അറിയുണ്ടാവില്ല. കാരണം അവരൊക്കെ കമ്പനിയുടെ കസ്റ്റമറാണ്, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സാണ്, അവരൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ പുതിയ റെഫറൽ അനുസരിച്ച് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനമൊന്നും കമ്പനി മുതലാളി എടുത്തു കൊടുക്കുന്ന വരുമാനമല്ല, അതിൻ്റെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിനനുസരിച്ച് കൊടുക്കുന്ന വരുമാനമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി, ഇവന്മാരുടെ ഈ ഡയലോഗ് പറയുന്നത് വെച്ചാൽ ഇവന്മാരെല്ലാം കൂടെ വീതിച്ചെടുത്തു, ഇവർ മുതലാളി അങ്ങ് എല്ലാവർക്കും കൂടെ, അങ്ങനെയൊന്നും അല്ല അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ലീഗലി ഇവർ ചെയ്യുന്നത്. അതായത് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ത്യയിൽ. അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് അതിനനുസരിച്ച് ആ പേയ്മെൻറ്റ് എത്രയാണോ അതിനുള്ള സർവീസോ അതിനുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളോ സർവീസോ കൊടുക്കണം. അല്ലാതെ അത് ഒരു നിക്ഷേപമോ ഒന്നുമല്ല. ആ പൈസയ്ക്ക് പിന്നെ പ്രോഫിറ്റ് കൊടുക്കാനോ ആ പൈസയ്ക്ക് പലിശ കൊടുക്കാനോ ഉള്ള കാര്യം ഒരു ബിസിനസ് സ്ഥാപനത്തിലില്ല. അത് ഹൈറിച്ച് ചെയ്യുന്നുമില്ല. പക്ഷേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമർ വരുമ്പോൾ അവർ വാങ്ങുന്ന പർച്ചേസിന് ഒരു പർച്ചേസാണ് അവിടെ നടക്കുന്നത്. ആ പർച്ചേസ് നടക്കുന്നതിലൂടെ അയാൾ ഈ കമ്പനിയുടെ കസ്റ്റമറാണ്, അയാൾ ഈ കമ്പനിയുടെ പ്രൊമോട്ടറുമാണ്. ആ പ്രൊമോട്ടർക്ക് പ്രൊമോഷനുള്ള വരുമാനം, പിന്നെ അയാൾക്ക് യാതൊരുവിധ നഷ്ടവും വരാതിരിക്കാനുള്ള ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിലുള്ള ഇൻകം, അതൊരു പ്രൊമോട്ടർ നിലയിലുള്ള ഇൻകം, അതാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രോഫിറ്റ് കൊടുത്ത് ഇത്ര രൂപ, പിന്നെ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പേയ്മെൻറ്റ് സാധനങ്ങൾക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു, പിന്നെ ആ പൈസ നമുക്ക് റിട്ടേൺ വാങ്ങിക്കാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ ബാങ്കിലിട്ട പൈസ എടുക്കുന്ന പോലെ 10,000 രൂപ, ഞാൻ ഇന്നലെ ഇട്ട 10,000 രൂപ എനിക്ക് ചെക്ക് ചെയ്ത് എനിക്ക് ഇന്ന് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയി തരാനൊന്നും പറ്റില്ല. അതൊക്കെ വരുമാനം എത്രയാണോ തിരിച്ചു കൊടുത്തിട്ടുള്ളത്, വരുമാനം കൊടുത്തിട്ടുള്ളത് അതൊക്കെ നോക്കി, അല്ലെങ്കിൽ ആ സാധനത്തിന് എത്ര രൂപ നിങ്ങൾ സാധനം വാങ്ങിച്ചു എന്നൊക്കെ നോക്കിയിട്ട് ഒക്കെ ആയിരിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുക. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ആ സംഭവം ഇല്ലീഗൽ അല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ട് തന്നെയാണ് ഹൈറിച്ച് ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ
കോടതിയിൽ വാദിച്ച കാര്യവും അതിൽ വന്ന വിധിയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അർഹതയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ അത് നിയമത്തോടുള്ള സംഭവം കാണിച്ചത് മോശമാണെങ്കിലും പറയാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ രാജ്യത്തെ ഈ നിയമത്തിൽ പറയുന്നത്. ഈ നിയമത്തിലെ സത്യസന്ധതയും നിയമം അല്ലെങ്കിൽ ഇത്തരം നമ്മളുടെയൊക്കെ ജുഡീഷ്യറി സിസ്റ്റത്തെ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു നമുക്കൊരു ബോധ്യം വരുന്നത്. നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അത് തന്നെ പറയാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഊഹിച്ചോളൂ. ഓക്കെ, ഇനി ഹൈറിച്ച് കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റിനെ കുറിച്ചൊന്ന് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി, ടൈം കുറച്ച് കൂടിപ്പോയി. പക്ഷേ ഇതൊക്കെ പറയാതെ ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. കമ്പനി കൊടുക്കുന്ന ലാഭം, വരുമാനം, കമ്പനി കൊടുക്കുന്ന വരുമാനം അത് എങ്ങനെ കൊടുക്കും? ഇത്രയും രൂപ, അതായത് 10,000 രൂപ കൊടുത്ത അയാൾക്ക് ഇൻസെൻറ്റീവായിട്ട് തന്നെ എത്ര കാലം കൊണ്ടെന്ന് പറയുന്നില്ലെങ്കിലും വരുമാനം കൊടുക്കും, ഇൻസെൻറ്റീവ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഇൻസെൻറ്റീവ് കൊടുത്ത് അത് 30,000 രൂപ ആവുന്നവരെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര കാലം കൊണ്ടെന്നില്ലെങ്കിലും 30,000 രൂപ വരെ കൊടുക്കണം. അത് കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ പുതിയ കസ്റ്റമേഴ്സ് ജോയിൻ ചെയ്ത് വരുമ്പം അവർക്ക് അതിനെല്ലാം വരുമാനം കൊടുക്കുന്നുണ്ട്. പിന്നെ പക്ഷേ അത്രയും ഒരു പർച്ചേസോ ബിസിനസ്സോ ഒന്നും ഈ കമ്പനിയിൽ, അതായത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ 10,000 രൂപയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് റെഡീം ചെയ്യാനാണെങ്കിലും ആ റെഡീം ചെയ്തിട്ടില്ലെന്നുള്ളത് കമ്പനിയുടെ വിഷയമല്ല. ഞാൻ ആ സാധനം വിൽക്കാൻ അല്ലെങ്കിൽ മേടിക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. ഞാൻ കൊടുത്ത 10,000-നും എനിക്ക് സാധനം ഇപ്പോഴും വാങ്ങിക്കാം. അതായത് ഞാൻ 10,000-ൻ്റെ 10 റെഡീം കൂപ്പണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ 10 റെഡീം കൂപ്പൺ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ 10 റെഡീം കൂപ്പൺ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും കമ്പനിയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക, ഒരു AC-യോ ഒരു 50,000 രൂപ വിലയുള്ള എന്തെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ ചിലപ്പോൾ അതിന് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു 5,000 രൂപയായിരിക്കും. ചിലപ്പോൾ 10,000 രൂപ തന്നെ കിട്ടുമായിരിക്കും. കാരണം അത്തരം സാധനങ്ങൾക്ക് അത്രയും പ്രോഫിറ്റ് ആ കമ്പനിക്ക് കിട്ടും. അപ്പോൾ അത് കമ്പനിക്ക് അത്രയും ആ ബാധ്യത, അത്രയും സംഭവം, ആ പൈസ റെഡീം ചെയ്ത് അത്രയും അപ്പം തന്നെ കൊടുത്ത് തീർക്കാം. കാരണം അതിനൊക്കെ അത്രയും രൂപ ലാഭം ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് തീർത്ത് കൊടുക്കാൻ കമ്പനിക്കും പറ്റും. ഇനി പറഞ്ഞു വന്ന് കാട് കയറി പോവുകയാണ്, നമ്മൾ കാര്യം പറയുന്നില്ല. ഓക്കെ, ലാഭം, വരുമാനം, എവിടെ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു ഇത്രയും വരുമാനം കൊടുക്കാൻ? ഇത് ഉണ്ടാക്കി തുടങ്ങിയ ഒരു ലാഭത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രോഫിറ്റബിളായിട്ട് ഒരുപാട് പേര് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന, സാധനം വാങ്ങാനാണ് പർച്ചേസ് അഡ്വാൻസ് കൊടുത്തതെന്നുള്ളത് കൊണ്ട് തന്നെ അത് കൊടുക്കാൻ പറ്റും. അതും ലാഭം തന്നെയാണ്. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ല, വരുമാനം തിരിച്ചു കൊടുക്കണം എന്നുള്ളതുണ്ട്. പക്ഷേ ഈ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കേണ്ട, അത് സാധനം വാങ്ങി തീർത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് കൊടുക്കാം. എന്നാലും ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് വലിച്ചു വേണ്ടി പറഞ്ഞു. പക്ഷേ കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ്. അത് പുതിയൊരാൾക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവത്തില്ല. ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക എന്നുള്ളതുള്ളൂ. അതായത് എന്നെ പൊട്ടാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നിനക്കൊന്നും അത് മനസ്സിലാവാത്തത് കൊണ്ട്, നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ പൊട്ടനാണെന്നുള്ളതല്ലല്ലോ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നല്ലേ അർത്ഥം. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ 1, 2, 3, 4 വട്ടം കാണുക. എനിക്കത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മനസ്സിലായവൻ പൊട്ടനും മനസ്സിലാവാത്തവൻ ബുദ്ധിമാനും അല്ല. ഓക്കെ, ഞാൻ ഇനി ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഹൈറിച്ച് കൊടുക്കുന്ന വരുമാനം എങ്ങനെ ഹൈറിച്ചിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഹൈറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹൈറിച്ചിന് എത്ര രൂപ ഇത് വെച്ച് വരുമാനം, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഷോപ്പിൽ വെച്ച് ഈ തക്കാളിയും ഉള്ളിയും വിൽക്കുന്ന പൈസയ്ക്ക് ഇത്രയും രൂപ വരുമാനം കൊടുത്ത് എങ്ങനെ ഇതിനെ നിലനിർത്തുമെന്നാണ് കമ്പനി വിചാരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ സംശയത്തിനുള്ള ഒരു മറുപടി വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, എല്ലാവരിലേക്കും അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കുറച്ച് കാട് കയറിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്നതിലൊക്കെ ഒരു പോയിന്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ മാത്രം വിശ്വാസമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസമല്ലായിരിക്കാം. അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ അടുത്ത വീഡിയോ വരുമ്പോൾ അതും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.